ഞാൻ സിസ്റ്റർ പ്രീതി, ജൂബിലി 50ൻ്റെ ജൂബിലി നിറവിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജൂബിലി വർഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ജൂബിലി ഇയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. അത് ഒരു തിരിഞ്ഞു നോട്ടമാണ്. വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. ഏശയ്യാ 58:11. ഈ വചനത്തിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് ഞാൻ ഈശോയിൽ ആനന്ദിക്കുന്നു. ഇന്നോളം ദൈവം നടത്തിയ വഴികളെ ഓർത്ത് അവിടുത്തെ സ്തുതിക്കുകയല്ലാതെ എനിക്കൊന്നും കഴിയുകയില്ല. സന്യാസത്തിൻ്റെ വസന്തം എന്നിൽ വിരിയിക്കുവാൻ ദൈവം കൃപ നൽകി. അത്ഭുതകരമായ വഴികളിലൂടെ നിരന്തരം നയിച്ചു. കൃപമേൽ കൃപ നൽകി, നിരന്തരം നയിച്ചു. ബലഹീനമായ ജീവിതത്തിന് ബലമേറിയ കരങ്ങൾ നൽകി എന്നെ താങ്ങി നിർത്തി. ഈശോയോടുകൂടി നടക്കുവാനായി കൃപ നൽകുന്ന ജീവിതമാണ് സന്യാസം. അതിന് തേനിൻ്റെ മധുരവും പൂവിൻ്റെ നിർമ്മലമായ സൗന്ദര്യവും സുഗന്ധവുമുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ഈശോയെ കൂടെ കൊണ്ട് നടക്കണം, ഈശോയിൽ ജീവിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന്. അത് ജീവിതത്തിൽ പ്രകടമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ എൻ്റെ കഴിഞ്ഞ 50 വർഷത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ഒരു അത്ഭുതമാണ് എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുക. ദൈവം തന്ന ദാനങ്ങൾക്ക് നന്ദി പറയുക മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ളത്. കാരണം അത്രമാത്രം അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തമ്പുരാനോട് കൂടുതൽ നന്ദിയുള്ളവളായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സന്യാസത്തിലേക്ക് പറിച്ചു നട്ട നിമിഷം മുതൽ ഈ നിമിഷം വരെ എന്നെ ഈ നിലയിൽ വളർത്താൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ഒത്തിരി പേര് ഇവിടെയുണ്ട്. അവരോടൊക്കെ നന്ദി പറയുക, തമ്പുരാനോട് നന്ദി പറയുക. ഇനിയുള്ള ജീവിതത്തിൽ കൂടുതൽ ഊഷ്മതയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി കുറച്ചുകൂടിയും നന്നായി ജീവിക്കുവാൻ തമ്പുരാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ജീവിതങ്ങളിലെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് ഞാൻ കാണുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ്. എന്നിലുള്ള കുറവുകളെ, എന്നിലുള്ള തെറ്റുകളെ വിശുദ്ധീകരിച്ച് അല്ലെങ്കിൽ അവലോകനം ചെയ്തുകൊണ്ട് കൂടുതൽ നന്നായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും അല്ലെങ്കിൽ എൻ്റെ സന്യാസി സഹോദരിമാർക്കുമെല്ലാം കാഴ്ചവെക്കുവാനുള്ളത് ഈ ഒരു തുറന്ന ജീവിതമാണ്. അത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയും നമ്മുടെ സഹായത്തിന് ഉണ്ടാകും. അതുകൊണ്ട് സന്യാസം, എന്നെ സംബന്ധിച്ച് സന്യാസം എന്ന് പറയുന്നൊരു ത്രില്ലാണ്. എൻ്റെ ദൈവവിളിക്ക് കാരണമായത് ബഹുമാനപ്പെട്ട ഇന്ന് ജീവിച്ചിരിപ്പില്ല അലക്കോക്കമ്മയാണ്. ഞാൻ ഒരു പരീക്ഷ പാസ്സായി മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമുക്ക് നടക്കാൻ പോവാ എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് എൻ്റെ ദൈവവിളി ഉണ്ടായത്. ബഹുമാനപ്പെട്ട അലക്കോക്കമ്മയുടെ മുമ്പിൽ ഒരു മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇന്നും എന്നും പ്രചോദനമായി ആൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അധികാരികൾ എപ്പോഴും എനിക്ക് തുണയായിട്ട് അല്ലെങ്കിൽ എന്നെ വളർത്താൻ വേണ്ടി, ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരാണ് എന്നെ വഴി നടത്തിയതും എന്നെ പരിപാലിച്ചുകൊണ്ട് എൻ്റെ കരുതലുള്ള സ്നേഹം തന്ന് എന്നെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് അവരോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും
ഞാൻ ഈ അവസരത്തിൽ ഞാനൊരു അറിയിക്കുകയാണ്. എൻ്റെ സഹോദരിമാർ, അവരിലൂടെയും ഞാൻ ഒത്തിരി വളർന്നു. അവർക്കും നന്ദി നൽകുന്നു, നന്ദിയേകുന്നു. അങ്ങനെ എൻ്റെ ജീവിതം പുഷ്ടിച്ച് പുഷ്പം പോലെ വളർന്ന് ഇന്ന് ഈ നിലയിലെത്തി നിൽക്കുമ്പോൾ എനിക്ക് നന്ദി മാത്രമേ എൻ്റെ ഹൃദയത്തിലുള്ളൂ. നന്ദി നിറഞ്ഞ എൻ്റെ ഹൃദയവും ആനന്ദവും സന്തോഷവും സംതൃപ്തിയും ഇനിയും ത്രില്ലടിച്ചുള്ള ഒരു ജീവിതം മരണം വരെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് നമ്മൾ ഓടി നടന്ന് തമ്പുരാനോടെ ഓടി നടന്ന് ആയിരിക്കുമ്പോൾ ആ സമയത്തൊക്കെ ഒന്ന് ഒരു സെക്കൻഡ് നമുക്ക് ആലോചിക്കാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് ചെയ്തിട്ട് ഉടനെ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനായി ഞാൻ ഒരുങ്ങി തുടങ്ങിയിട്ട് ഈ ജൂബിലി വർഷത്തിൽ ഞാൻ വളരെയധികം ഒരുങ്ങി തുടങ്ങി. അങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയോടുകൂടി എനിക്ക് മുന്നേറുവാനായിട്ട് ദിവസം ഒരു കുറഞ്ഞത് 10 ജപമാലയെങ്കിലും ചെല്ലണം എന്നുള്ള എൻ്റെ ദൃഢപ്രതിജ്ഞ അത് ഇന്ന് വരെ നിറവേറ്റാനായിട്ട് എനിക്ക് സാധിച്ചു. ഇനിയും അത് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഒരു വർഷത്തെ ഇറച്ചിയും മീനും മുട്ടയും അതെല്ലാം അതിൽ ഉപവസിച്ചുകൊണ്ട് അതെടുക്കാൻ ഇല്ലെങ്കിലും ജീവിതം മാന്യമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ ബൈബിള് ഈ വർഷം ഒരു ബൈബിള് ആദ്യം മുതൽ, അതായത് പഴയ നിയമം മുതൽ പുതിയ നിയമം അവസാനം വരെ വായിച്ച് ധ്യാനിച്ച് തീർക്കുവാനായിട്ട് കുറച്ചും കൂടി എനിക്ക് ബാക്കിയുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ഞാൻ വായിക്കും. തീർക്കാനാണ് എൻ്റെ പ്രതിജ്ഞ. തീർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. പിന്നെ ലളിതമായ ജീവിതമൊക്കെ ജീവിക്കാനായിട്ട് കുറേയൊക്കെ ഞാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇനിയും നിറവേറ്റിക്കൊണ്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും.